നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ യുവതലമുറ അഥവാ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരു ചോദ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത് എന്ന് കാണാം. എൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ് ആ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ മിക്കവരുടെയും മനസ്സിൽ ഒരുപോലെ ആവാം. ഒരു സർക്കാർ ജോലി. എന്നാൽ ഒരു നിമിഷം ചിന്തിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അറിവും കഴിവും സാങ്കേതിക വിദ്യയും ഉള്ള ഒരു തലമുറ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അടുത്ത തലമുറ ഗൂഗിളിനെ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ സ്വപ്നങ്ങൾ ഒരു സർക്കാർ ജോലിക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇന്ത്യയുടെ യൗവന പ്രതിസന്ധി എന്ന ഗുരുതരമായ ഒരു വിഷയത്തിലാണ്. ചാറ്റ് GPT ഉണ്ടാക്കിയ ഓപ്പൺ എയുടെ CEO ആയ സാം ആൾട്ട്മാൻ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 10 ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് $10 മില്യൺ കൊടുത്താൽ പോലും ചാറ്റ് GPT പോലൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന്. ഈ ഒരു പ്രസ്താവന കേട്ടപ്പോൾ നമ്മളിൽ പലർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടാവാം. കാരണം ലോകത്തിലെ വലിയ സാങ്കേതിക വിദ്യ കമ്പനികളായ ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും ടെസ്ലയിലുമെല്ലാം ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ വംശജരായ CEOമാരാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. എന്നിട്ടും സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ എന്തുകൊണ്ട് നമുക്ക് ചാറ്റ് GPT പോലൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിയുന്നില്ല? കാരണം ലളിതമാണ്. നമ്മുടെ ഏറ്റവും മിടുക്കന്മാരായ തലച്ചോറുകൾ, നമ്മുടെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ ഇന്നോവേഷന്റെയും റിസ്ക് എടുക്കലിന്റെയും പാതയിൽ നിന്ന് മാറി സുരക്ഷിതമായ ഒരു സർക്കാർ ജോലിക്കായി മാത്രം മത്സരിക്കുന്നു. ഒരു സംരംഭം തുടങ്ങുന്നതിനേക്കാൾ, പുതിയൊരു ആശയം വികസിപ്പിക്കുന്നതിനേക്കാൾ ഒരു PSC പരീക്ഷ എഴുതി പാസ്സാകാൻ അവർ തയ്യാറെടുക്കുന്നു. ഇതാണ് നമ്മുടെ യൗവന പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർ ഉയർന്ന യോഗ്യതകൾ നേടിയാലും ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ മേഖലയിലെ ജോലികൾ ഉപേക്ഷിച്ച് ഒരു സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരുതരം സുരക്ഷിതത്വ ബോധം. ഒരു സർക്കാർ ജോലി ലഭിച്ചാൽ സാമ്പത്തികമായും തൊഴിൽപരമായും സുരക്ഷിതമാണ് എന്നൊരു ധാരണ പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാ മാസവും മുടങ്ങാതെ ശമ്പളം ലഭിക്കും. റിട്ടയർമെന്റ് പ്രായം വരെ ജോലിക്ക് യാതൊരു ഭീഷണിയുമില്ല. അതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ ഒരു ചിന്താഗതി നമ്മുടെ യുവാക്കളെ വളരെയധികം ആകർഷിക്കുന്നു. ഒരു സംരംഭം തുടങ്ങി അതിൽ പരാജയപ്പെടുമോ എന്നുള്ള ഭയം, സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ സുരക്ഷ കുറവാണെന്ന തോന്നൽ എന്നിവയെല്ലാം സർക്കാർ ജോലിയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ സമൂഹത്തിൽ സർക്കാർ ജോലിക്കാർക്ക് ലഭിക്കുന്ന അംഗീകാരവും ഇതിന് ഒരു കാരണമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നത് ഇന്നും പല കുടുംബങ്ങളിലും സമൂഹത്തിലും അഭിമാനകരമായ ഒരു സ്ഥാനമാണ്. വിവാഹ ആലോചനകളിൽ പോലും ഈ ജോലിക്ക് വലിയ പരിഗണന ലഭിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ റിസ്ക് എടുത്ത് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുന്നതിനോ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനോ യുവാക്കൾ മടിക്കുന്നു. തങ്ങളുടെ സ്വപ്നങ്ങളെയും കഴിവുകളെയും ഒരു സുരക്ഷിത വൃത്തത്തിനുള്ളിൽ ഒതുക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ഇത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിയെയും നവീകരണത്തെയും പിന്നോട്ട് വലിക്കുന്നു. സർക്കാർ ജോലി എന്ന കെണി. നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും നടക്കുന്ന സർക്കാർ ജോലിക്കായുള്ള മത്സരങ്ങൾ ഒന്ന് പരിശോധിക്കാം. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 220 ദശലക്ഷം യുവാക്കളാണ് ഓരോ വർഷവും സർക്കാർ ജോലികൾക്കായി അപേക്ഷിക്കുന്നത്. എന്നാൽ അതിൽ 7 ലക്ഷം പേർക്ക് മാത്രമാണ് ജോലി ലഭിക്കുന്നത്. അതായത് 1000 പേർ മത്സരിക്കുമ്പോൾ 3 പേർക്ക് മാത്രം ജോലി ലഭിക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഓരോ വർഷവും 10 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് UPSC പരീക്ഷ എഴുതാനെത്തുന്നത്. എന്നാൽ ആകെ 1000 ഒഴിവുകളാണുള്ളത്. അതിൽ തന്നെ IAS ഓഫീസർമാർ ആവുന്നത് കേവലം 150-ൽ താഴെ ആളുകളാണ്. റെയിൽവേ ഗ്രൂപ്പ് D തസ്തികയിലേക്ക് 2025-ൽ 32,438 ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചത് 10.82 ദശലക്ഷം പേരാണ്. റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലുള്ള 11,558 ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചത് 12 ദശലക്ഷം പേരാണ്. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ 1% പോലും വരുന്നില്ല. എന്നിട്ടും ലക്ഷക്കണക്കിന് യുവാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 വർഷങ്ങൾ ഈ പരീക്ഷകൾക്കായി മാറ്റിവെക്കുന്നു. കോച്ചിംഗ് സെന്ററുകളിലെ ക്ലാസുകൾ, മണിക്കൂറുകൾ നീളുന്ന പഠനം, ടെൻഷൻ, ഒറ്റപ്പെടൽ, ഇങ്ങനെ പോകുന്നു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ. ഒരുപക്ഷെ ഒരു സർക്കാർ ജോലി ലഭിക്കാതെ പോയാൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ഏറ്റവും ഊർജ്ജസ്വലമായ കാലഘട്ടമാണ്. ഈ നഷ്ടം ഒരു വ്യക്തിയുടെ മാത്രമല്ല, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള മനുഷ്യ വിഭവശേഷിയുടെ നഷ്ടമാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും അവരുടെ കഴിവിനനുസരിച്ചല്ലാതെ താഴ്ന്ന ശമ്പളത്തിൽ തങ്ങളുടെ വിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരുന്നത് തൊഴിൽ തൃപ്തി കുറവിനും രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയുടെ കുറവിനും കാരണമാകുന്നു.
ഇന്ത്യയിലെ 83% തൊഴിൽ രഹിതരും യുവാക്കളാണെന്ന് കണക്കുകൾ പറയുന്നു. കഴിവുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അവർ വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു. ഇവിടെ നല്ല ശമ്പളമുള്ള ജോലികൾ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഏറ്റവും മികച്ച തലച്ചോറുകൾ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഇത് രാജ്യത്തിന് വലിയൊരു നഷ്ടമാണ്. ഈ പ്രതിസന്ധി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഒരു രാജ്യം വളരുന്നത് സ്വന്തമായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്. എന്നാൽ നമ്മൾ ഇന്ന് പ്രധാനമായും ഒരു സേവന മേഖലയായി ചുരുങ്ങിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്നു, കോൾ സെന്ററുകൾ നടത്തുന്നു, സർവീസുകൾ നൽകുന്നു. നമ്മുടെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാർ ഗൂഗിളിനും ഫേസ്ബുക്കിനും വേണ്ടി കോഡിംഗ് ചെയ്യുന്നു. എന്നാൽ സ്വന്തം നാട്ടിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വിപണിയിലെത്തിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഈ അവസ്ഥ മാറണം. ഒരു നല്ല സമൂഹം സർക്കാർ ജോലികളിൽ മാത്രം ആശ്രയിക്കുന്ന ഒന്നല്ല. അത് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വികസിത രാഷ്ട്രം എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കൂ. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാം ആൾട്ട്മാന്റെ വാക്കുകൾ ഇന്ത്യയിലെ ഇന്നോവേഷന്റെ വെല്ലുവിളികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയിലെയും ചൈനയിലെയും യൂറോപ്പിലെയും സ്റ്റാർട്ടപ്പുകൾ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം നേടുമ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് അതിനനുസരിച്ച് വളരാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. 1. വിദ്യാഭ്യാസ സമ്പ്രദായം. ഇന്ത്യയിലെ നിലവിലെ വിദ്യാഭ്യാസ രീതിക്ക് ഇന്നോവേഷനെ പ്രോത്സാഹിപ്പിക്കാൻ പരിമിതികളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അക്കാദമിക് മികവിലും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുന്നതിലുമാണ്. ഇതിനായി കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ മനഃപാഠമാക്കി പരീക്ഷ എഴുതുന്ന ശൈലിയാണ് പിന്തുടരുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ സർഗാത്മക ചിന്തയെയും പ്രശ്നപരിഹാര ശേഷിയെയും പരിമിതപ്പെടുത്തുന്നു. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടത് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കാത്ത കഴിവുകളാണ്. ഒരു പുതിയ ആശയം കണ്ടെത്തുക, അത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിക്കുക, വെല്ലുവിളികളെ നേരിടുക, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസം വേണ്ടത്ര പഠിപ്പിക്കുന്നില്ല. ക്രിയാത്മകമായ ചിന്തകൾക്ക് ഊന്നൽ നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ മികച്ച സംരംഭകരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കൂ. 2. റിസ്ക് എടുക്കാനുള്ള മടി. സാമ്പത്തികമോ സാമൂഹികമോ ആയ പരാജയങ്ങളെക്കുറിച്ചുള്ള ഭയം ഇന്ത്യയിലെ യുവാക്കളെ സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതീക്ഷകൾ ഒരു പ്രധാന ഘടകമാണ്. ഒരു സംരംഭം തുടങ്ങി അത് പരാജയപ്പെട്ടാൽ അത് വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭാവിയെ ബാധിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. ഇത് സാമ്പത്തികമായ ഒരു നഷ്ടം മാത്രമല്ല, സാമൂഹികമായ ഒരു പരാജയമായും കണക്കാക്കപ്പെടുന്നു. ചൈന, US തുടങ്ങിയ രാജ്യങ്ങളിൽ പരാജയം ഒരു പുതിയ കാര്യത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ പരാജയം വലിയൊരു നാണക്കേടായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ഈ ചിന്താഗതി സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന് വലിയ തടസ്സമാണ്. 3. ഫണ്ടിങ്ങിന്റെ ലഭ്യതക്കുറവ്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മൂലധനമാണ്. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ ഫണ്ടിംഗ് ലഭിക്കുന്നതിന് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും വലിയ സാങ്കേതിക വിദ്യ ആവശ്യമുള്ളതോ പുതിയ ആശയങ്ങളോ ഉള്ള സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കത്തിൽ ഫണ്ടിംഗ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. വൻകിട നിക്ഷേപകരെ സംബന്ധിച്ച് സുരക്ഷിതമായ മേഖലകളിൽ നിക്ഷേപിക്കുന്നതാണ് എളുപ്പം. പുതിയ ആശയങ്ങളിൽ പരീക്ഷണം നടത്താൻ അവർ പലപ്പോഴും മടിക്കുന്നു. ഇത് സ്റ്റാർട്ടപ്പുകൾക്ക് വളരാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു. 4. നയപരമായ വെല്ലുവിളികൾ. സർക്കാർ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ പല നയങ്ങളും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അവ പലപ്പോഴും പൂർണ്ണമായി ഫലപ്രദമാകുന്നില്ല. ഉദാഹരണത്തിന്, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടത്ര നികുതി ഇളവുകൾ, എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ, നിയമപരമായ പിന്തുണ തുടങ്ങിയവ പലപ്പോഴും കടലാസിലൊതുങ്ങുന്നു. നടപടിക്രമങ്ങളിലെ കാലതാമസം, അനാവശ്യമായ ബ്യൂറോക്രസി എന്നിവയെല്ലാം പുതിയ സംരംഭകർക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ട സഹായങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ അത്തരം സൗകര്യങ്ങൾ പലപ്പോഴും ലഭ്യമല്ല. ചുരുക്കത്തിൽ, സുരക്ഷിതമായ ഒരു ഭാവി തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ യുവതലമുറ അവരുടെ മുഴുവൻ കഴിവുകളും പ്രയോജനപ്പെടുത്താതെ പോകുന്നു. ഇത് ChatGPT പോലുള്ള നൂതന ഉൽപ്പന്നങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതെ വരുന്നതിന് ഒരു പ്രധാന കാരണമാകുന്നു. ഇതിനെല്ലാം പരിഹാരമുണ്ടായാൽ മാത്രമേ സാം ആൾട്ട്മാന്റെ വാക്കുകൾക്ക് മറുപടി നൽകുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കും നിർമ്മിക്കാൻ സാധിക്കൂ. മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം. ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി മാത്രം ജീവിതം പാഴാക്കാതെ നമ്മുടെ കഴിവുകളെ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഉപയോഗിക്കാം. ഒരു സംരംഭം തുടങ്ങാൻ, പുതിയൊരു ആശയം കണ്ടെത്താൻ, സ്വന്തമായി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ചിന്താഗതിയിലുള്ള മാറ്റം ഇന്ത്യയുടെ യൗവന പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകും. നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ സ്വയം പര്യാപ്തമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
ഇത് കേവലം സാമ്പത്തികമായോ പ്രതിരോധപരമായോ ഉള്ള കാര്യമായി മാത്രം കാണരുത്. മറിച്ച് നമ്മുടെ യുവതലമുറ അവരുടെ അറിവും കഴിവും രാജ്യപുരോഗതിക്കായി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. സർക്കാർ ജോലികൾക്കു വേണ്ടി മാത്രം ലക്ഷ്യമിടാതെ നമ്മുടെ യുവതലമുറ നൂതനമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും മുന്നോട്ട് വരണം. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടേത്. ഈ മനുഷ്യ വിഭവശേഷിയെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഏതൊരു ആഗോള വെല്ലുവിളിയെയും അതിജീവിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസം തൊഴിലിനു വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് രാജ്യത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു ഉപകരണമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ മനോഭാവത്തോടെ മുന്നോട്ടു പോയാൽ ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നതിൽ സംശയമില്ല. ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി.